ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസ്. വൈറ്റ് ഫോറസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ടിൻസുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ഇന്ന് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവർ തന്നെ സ്വന്തം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. ആരും കേക്കിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കണില്ല. അപ്പോൾ അതിൻ്റെ അലങ്കോല പണികളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി മാത്രമാണ് ഞാൻ ഇതിലിടുന്നത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റിനെക്കാട്ടിലും നല്ല ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് നല്ല സോഫ്റ്റാണ്, പക്ഷേ അതിലേറെ ഒന്നുകൂടെ പൊക്കം വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഞ്ചസാര ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണ്. അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ അത് ചെയ്ത് വെക്കുന്നത്. 1 കപ്പ് മൈദ ഞാൻ വടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം ഇടഞ്ഞെടുക്കാൻ. ഇതിലേക്ക് ഞാൻ 4 മുട്ടയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ പീസ് തൊലി ചാടി അതൊന്ന് എടുത്ത് മാറ്റിയതാണ്. ആദ്യം നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. പിന്നീട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. ഇനി പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഫോൾഡ് ചെയ്യണം. കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്ക് തന്നെയാണ് ഇതിൻ്റെ പരുവം. നന്നായി മിക്സ് ചെയ്യുമ്പോൾ അധികം ലൂസായിട്ടൊന്നും ഇരിക്കില്ല. എല്ലാ കട്ടകളും ശരിക്കും ഉടച്ചതിന് ശേഷം നോക്കുക, ഇതാ നല്ല തിക്കായിട്ട് തന്നെയാണിത് ഈ ക്രീമി ഉള്ളത്. ഈ ബാറ്ററി ഇനി നമുക്ക് അതിൻ്റെ പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഒരു 2 ഡ്രോപ്സ് എണ്ണ ഒറ്റിച്ചു കൊടുത്ത് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തടവി കൊടുത്തു. ബട്ടർ പേപ്പർ ഒന്ന് വെച്ചെടുത്തു. ഇനി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാത്രം ഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. ആദ്യം ഞാൻ അടിയിലൊരു ചട്ടി വെച്ചേക്കാണ്. അതിന് മേലെ ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ബബിളൊക്കെ ഒന്ന് മേലോട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ പൊട്ടിയും ചെയ്തോളും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എയർ ബബിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അതൊക്കെ പോവും. 40 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലുമാണ് വെച്ചിട്ടുള്ളത്. നന്നായി കേക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കട്ട് ചെയ്തത് കളയാൻ പാടില്ല. ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒരുപോലെ ആക്കിയിട്ട് വെക്കാം. ഇനി ഇതിനെ ഞാൻ 3 ലെയർ ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. എവിടെയും കട്ട പിടിച്ചിട്ടോ അതോ ഒന്നുമില്ല. എയർ ബബിളൊന്നും വന്നിട്ട് ഹോളായിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഞാൻ പീലർ വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കുകയാണ്. ചോക്ലേറ്റ് ഒന്ന് ഇത് ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുള്ളൂ. ഒന്ന് തണുപ്പ് വിട്ടതിന് ശേഷം ആകുമ്പോൾ നമുക്ക് വലിയ പീസായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചാദ്യം ചിരണ്ടി വെച്ചതാണ് ഈ കേക്കിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഷുഗർ സിറപ്പ് നന്നായി തണുത്തിട്ടുണ്ട്. ഇത് ഈ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് എല്ലായിടും നല്ലോണം നനയണം കേട്ടോ.
ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നൊക്കെ മറ്റുള്ള വീഡിയോകളിലൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. ഇനി ഇത് എല്ലായിടത്തും നന്നായി ഒന്ന് തേച്ചെടുപ്പിക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചുരണ്ടി വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് വീണ്ടും അടുത്ത ലെയർ വെച്ചെടുക്കുക. ഇത് മേളത്തെ ലെയറാണ് സെൻട്രലായിട്ട് വന്നത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ നമ്മൾ ബോണ്ടാണെങ്കിൽ അത് ചിരണ്ടിയിട്ട് ചെറിയ ക്രഷ് ആക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ 3 പീസും ഒരേപോലെ വെക്കുക. മേലത്തെ പീസിൽ നമ്മൾ ചോക്ലേറ്റ് ഇടാൻ പാടില്ല. കാരണം നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് മേലത്തെ പീസിൽ ഷുഗർ സിറപ്പ് മാത്രം ഒഴിച്ചാൽ മതി. അതും വിപ്പിംഗ് ക്രീമും മാത്രം തേച്ചാൽ മതി. വിപ്പിംഗ് ക്രീം എല്ലായിടും ഒന്ന് നന്നായി തേച്ചതിന് ശേഷം ഈ ഫോൾഡർ വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കുക. അതിനുശേഷം ആ ക്രാബർ വെച്ചിട്ട് ഒന്നുകൂടെ വലിച്ചാൽ ഒരു ചെറിയ ഡിസൈനും കൂടെ വരും. എല്ലായിടും നന്നായി ഒന്ന് മിനുസപ്പെടുത്തുക. നമ്മൾ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും നന്നായിട്ട് ഫിനിഷാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അതിൻ്റെ മേൽ കൂടെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതൊന്നും ശരിക്കും കാണൂല. അപ്പം നല്ല ഫിനിഷിങ് വർക്ക് വേണമെന്നില്ല ഇതിനൊന്നും. ക്രാബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കേക്ക് ബോർഡ് ചെറുതായിപ്പോയി. കാരണം കേക്കിൻ്റെ ഒരേപോലെയുള്ള വട്ടമായിപ്പോയി. കുറച്ച് എക്സ്ട്രാ പുറത്തോട്ട് തള്ളി നിൽക്കേണ്ടിയിരുന്നു. ഇത് ഞാൻ ആദ്യം എടുത്തു വെച്ച കേക്കിൻ്റെ മേലത്തെ പീസ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. അതിലേക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യണം. അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ഇടാൻ സൈഡ് വശം മാത്രം ഇടാനേ ഓർത്തിരുന്നത്. കുട്ടികൾ സമ്മതിക്കണില്ല ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഇടണം, ഞങ്ങൾക്ക് ഇതിൽ കൂടെ ഒക്കെ വേണമെന്നും പറഞ്ഞിട്ട് അവർ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സൈഡ് വശം മാത്രം ഇടാമെന്നാണ് ഓർത്തത്. പക്ഷേ അങ്ങനെ ആയപ്പോൾ ആദ്യം തന്നെ പേരൊക്കെ എഴുതി വെച്ചത് കാരണം നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ വിപ്പിംഗ് ക്രീം ബാക്കിയുള്ളത് ആ പൈപ്പ് ബാഗിലിട്ടിട്ട് അവർക്ക് ഇനിയും പൂക്കൾ വേണം എന്ന് പറഞ്ഞിട്ട് ശാഠ്യം പിടിച്ചപ്പോൾ ഞാനിതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. കുഞ്ഞുമക്കളായപ്പോൾ അവർക്ക് എത്ര ഡെക്കറേറ്റ് ചെയ്തിട്ടും മതിയാവണില്ല. ആൻറ്റി ഇവിടെയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വഴക്കുണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡെക്കറേഷൻ വന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ഓർത്തിട്ടില്ല. ഞാൻ സൈഡ് വശം ചുറ്റൊന്ന് ബ്ലാക്ക് ഫോറസ്റ്റും ചോക്ലേറ്റ് ചിപ്സും ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഓർത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ മേളിലും ഒന്ന് സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ആ പേരിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമാക്കി കൊടുക്കുകയാണ്. ഇത് നമ്മൾ നല്ലോണം സൂക്ഷിച്ച് വേണം ചെയ്യാനില്ലെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ മേലെയാണ് നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് മുട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വിപ്പിംഗ് ക്രീം മൊത്തം ഒന്ന് കഴിയണ വരെ ഞാനിത് ആകെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.